സ്കൂൾ തലം മുതൽ ഭരണഭാഷ മലയാളത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബില്ലിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക സർക്കാർ. ഭരണഘടനാ വിരുദ്ധം എന്നാണ് കർണാടക സർക്കാർ ബില്ലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ കന്നഡ ഭാഷ സംസാരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് ഈ ബില്ല് എന്നാണ് അവർ വാദിക്കുന്നത്. കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ മലയാള ഭാഷാ ബിൽ 2025 പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ രംഗം, നീതിന്യായ സംവിധാനങ്ങൾ, പൊതു ആശയവിനിമയം, വാണിജ്യം, ഡിജിറ്റൽ മേഖല എന്നിവയിലുടനീളം മലയാള ഭാഷ നിർബന്ധമാക്കും. എല്ലാ വിധിന്യായങ്ങളും കോടതി നടപടികളും ഘട്ടം ഘട്ടമായി വിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഒപ്പം കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയായി മാറുകയും ചെയ്യും. ഈ നിർദ്ദേശമാണ് കർണാടകയുടെ എതിർപ്പിന് പ്രധാന കാരണം. കർണാടക അതിർത്തി പ്രദേശ വികസന അതോറിറ്റിയുടെ ഒരു പ്രതിനിധി സംഘം കേരള ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഉൾപ്പെടെ കേരളത്തിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ഭാഷാ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ നിലവിൽ സ്കൂളുകളിൽ കന്നഡ ഒന്നാം ഭാഷയായി പഠിക്കുന്നുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തടസ്സപ്പെടാൻ പുതിയ ബില്ലിലെ വ്യവസ്ഥ കാരണമാകുമെന്നും അവർ വാദിക്കുന്നു. ബിൽ നടപ്പിലാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കന്നഡ ഭാഷയെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് കർണാടക സർക്കാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതേസമയം തമിഴ്, കന്നഡ, തുളു, കൊങ്കണി എന്നീ ഭാഷകളെ മാതൃഭാഷയായി കണക്കാക്കുന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് പി രാജീവ് നിയമസഭയിൽ പറഞ്ഞത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ടെന്നും രാജീവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കർണാടകത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കേരള സർക്കാരിന്റെ അഭിപ്രായം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനാണ് ബിൽ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കുന്നത്.